ഹായ് ഓൾ, ഞാൻ അരദീപിന്. ഞാൻ ഫൈസ്. പൊതുവെ ഇപ്പൊ കുട്ടികളിൽ കാണുന്ന ഡൗട്ടാണ് +1 +2 ഒപ്പം CA പഠിച്ചു തുടങ്ങാൻ പറ്റുമോ എന്നുള്ളത്. എന്നാൽ +1 +2 ഒപ്പം തന്നെ നമുക്ക് CA പഠിക്കാൻ പറ്റും. നമുക്കറിയാം CA ഫൗണ്ടേഷന് 4 പേപ്പറുകളാണ്. പേപ്പർ 1 അക്കൗണ്ടിംഗ്, പേപ്പർ 2 ബിസിനസ് ലോ, പേപ്പർ 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പേപ്പർ 4 ബിസിനസ് എക്കണോമിക്സ്. ഇതിലെ മൂന്നാമത്തെ പേപ്പറായ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതായത് അത് എങ്ങനെ പഠിക്കാം, +1 +2 കാലാവധിയിൽ തന്നെ ആ CA ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കി പഠിക്കും, എങ്ങനെ അതിനെ പഠിച്ചു തുടങ്ങണം എന്നീ കാര്യങ്ങളാണ് നിങ്ങളുമായി നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന പേപ്പറിൽ നമ്മൾ 3 പാർട്ടുകളായിട്ടാണ് തിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ട് ബിസിനസ് മാത്തമാറ്റിക്സ്, സെക്കൻഡ് ലോജിക്കൽ റീസണിംഗ് ആൻഡ് ദ തേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിന്റെ മാർക്കിംഗ് വരുന്നത് മാത്തമാറ്റിക്സിന് 40ഉം ലോജിക്കൽ റീസണിങ്ങിന് 20ഉം ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന് 40ഉം ആണ്. അപ്പോൾ ഫസ്റ്റ് ഭാഗമായ ബിസിനസ് മാത്തമാറ്റിക്സ് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതിനെ നമ്മൾ പ്രധാനമായിട്ടും 8 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്ക്രീനിൽ നിങ്ങൾക്ക് 2 കോളം കാണാൻ പറ്റും. ഒന്നാമത്തെ CA ഫൗണ്ടേഷൻ, രണ്ടാമത്തെ കോളത്തിൽ +1 ആൻഡ് +2. അതായത് ഫസ്റ്റത്തെ കോളത്തിൽ CA ഫൗണ്ടേഷന് നിങ്ങളെ സിലബസ് അനുസരിച്ചിട്ട് ചാപ്റ്റർ വൈസ് ചെയ്തതാണ്. രണ്ടാമത്തെ കോളത്തിൽ +1 ആൻഡ് +2 എന്ന് കൊടുത്തത് നിങ്ങൾ ആ സിലബസിലുള്ള സംഭവങ്ങൾ +1 +2 എവിടെയാണ് പഠിച്ചത് എന്നാണ്. ഇതിൽ നിങ്ങൾക്ക് മേലെ തന്നെ കാണാൻ പറ്റും 3 റോ നമ്മൾ എന്തായിട്ടുണ്ട്, വിട്ടുപോയിട്ടുണ്ട്. അതായത് ആ സംഭവങ്ങൾ നമ്മൾ ഹൈസ്കൂൾ തന്നെ പഠിക്കുന്നുണ്ട്. ഹൈസ്കൂൾ തന്നെ പഠിക്കുന്നത് കൊണ്ടാണ് +1 +2 നമ്മൾ പ്രത്യേകം എന്താക്കത് മെൻഷൻ ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സിലേക്ക് പോകാം. ചാപ്റ്റർ 1 റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ഇൻഡിസസ് ആൻഡ് ലോഗരിതംസ്. അത് നമ്മൾ എന്താക്കുന്നത് ഹൈസ്കൂൾ തന്നെ സ്റ്റഡി ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത് വരുന്ന ഇക്വേഷൻസ്, സിമ്പിൾ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത് വരുന്നതാണ് ലീനിയർ ഇൻഇക്വാലിറ്റീസ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ലീനിയർ ഇൻഇക്വാലിറ്റീസ്. അത് നമ്മൾ +1 പഠിക്കുന്നുണ്ട്, +2 ഒരുപോലെ പഠിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ +1 +2 അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അടുത്ത ചാപ്റ്റർ ആണ് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്. അതിൽ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിനെ കുറിച്ചും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചും ആണ് പറയുന്നത്. ഇതും നമ്മുടെ സ്കൂൾ ഡേയ്സിൽ നമ്മൾ പഠിച്ചതാണ്. അടുത്ത ചാപ്റ്റർ 5 ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഇത് നമ്മൾ +1 പഠിക്കുന്നുണ്ട്. +1 ചാപ്റ്റർ 6 പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ എന്താക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിന് പഠിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ചാപ്റ്റർ 6 സീക്വൻസ് ആൻഡ് സീരീസ്. അതിൽ അരിത്തമാറ്റിക് ആൻഡ് ജോമെട്രിക്, അരിത്തമാറ്റിക്കും ജോമെട്രിക്കും ഒക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ +1 മാത്തമാറ്റിക്സിനെ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്റർ 8 നമ്മളൊക്കെ എന്താക്കാനുണ്ട്, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ 7ാമത്തെ ചാപ്റ്റർ സെറ്റ്സ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. അതിൻ്റെ കൂടെ ബേസിക്സ് ഓഫ് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി. ഇതിൽ കണ്ടിന്യൂറ്റിയും ബേസിക്സ് ലിമിറ്റ്സിൻ്റെയും കാര്യങ്ങളും നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ട്, +2 പഠിക്കുന്നുണ്ട്. +1 എന്നൊക്കെ അതിൻ്റെ ബേസിക്സും കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ +1 പഠിക്കുന്നുണ്ട്, +2 നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്തതാണ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ. നമ്മൾ +2 നല്ല ഡീറ്റെയിൽ ആയിട്ട് 5 ചാപ്റ്ററിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ അപ്ലിക്കേഷൻസ് ലെവൽസ് ആണ് നമുക്ക് അധികം ചെയ്യുക. അതും നമ്മൾ എന്താക്കുന്നുണ്ട്, അപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ, അപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വ്യക്തമായിട്ട് 5 ചാപ്റ്ററിലായിട്ട് +2 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ. ഇനി അടുത്ത പാർട്ട് ലോജിക്കൽ റീസണിംഗ്. 20 മാർക്കിന് വരുന്ന ഈ പാർട്ട് പേര് പോലെ തന്നെ ക്വസ്റ്റ്യനിലെ ലോജിക് വെച്ചാണ് സോൾവ് ചെയ്യുന്നത്. ഇതിൽ വരുന്നത് നമ്പറിംഗ് സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ഓഡ് മാൻ ഔട്ട്, ഡയറക്ഷൻ ടെസ്റ്റ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആൻഡ് ബ്ലഡ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ പാർട്ട് സി സ്റ്റാറ്റിസ്റ്റിക്സ്. 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്നും നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ ആൻഡ് സാമ്പിളിംഗ്. ഇത് നമ്മൾ എന്താക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന സബ്ജക്റ്റിലെ ചാപ്റ്റർ 1, 2, 3, 4 ആദ്യത്തെ 4 ചാപ്റ്ററിൽ നമ്മൾ അതിനെ വിശദീകരിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ചാപ്റ്റർ 14 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ. ഇത് നമ്മൾ +1 മാത്തമാറ്റിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിലും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ചാപ്റ്റർ 6 and 5 നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് പ്രോബബിലിറ്റി. +1 മാത്തമാറ്റിക്സിലും നമുക്ക് പഠിക്കാനുണ്ട്, +2 മാത്തമാറ്റിക്സിലും പഠിക്കാനുണ്ട്. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എന്താക്കുന്നുണ്ട്, +1 +2 നമ്മളത് പ്രോബബിലിറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 14 ബൈനോമിയൽ തിയറം എന്ന ചെറിയൊരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ 17 കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. +1 സ്റ്റാറ്റിസ്റ്റിക്സിലെ ചാപ്റ്റർ 7 കോറിലേഷൻ എന്ന ഭാഗത്ത് ഈ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ ഇൻഡെക്സ് നമ്പേഴ്സ്. +1 സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ ചാപ്റ്റർ 8 ഇൻഡെക്സ് നമ്പേഴ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സിലബസ് ഏതൊക്കെയാണെന്ന് നോക്കിയല്ലേ. ഇനി ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്ത് പഠിക്കാമെന്ന് നോക്കിയാലോ. ICAയുടെ സ്റ്റഡി മെറ്റീരിയലാണ് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ കോൺസെപ്റ്റും ഇലസ്ട്രേഷൻ, പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, എക്സാമ്പിൾസ് എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്.
ഇത് കൂടാതെ ICAയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, RTPs, MTPs ഇതെല്ലാം ICAയുടെ സൈറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ സിലബസ് ഏതാണെന്ന് പഠിച്ചു. ഇനി അതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളും നമുക്ക് എങ്ങനെ ഇന്റർനെറ്റ് വഴി എടുക്കാം, അത് പഠിക്കാം എന്നതിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് എങ്ങനെ പഠിക്കും. നമ്മൾ ഇതിനു വേണ്ടി എങ്ങനെ പഠിച്ചു തുടങ്ങും, എങ്ങനെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് അടുത്തായി പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഓരോ ചാപ്റ്റർ, നമുക്ക് 18 ചാപ്റ്റർ, ഓരോ ചാപ്റ്റർ നമ്മൾ എന്താക്കും, വിശദീകരിച്ച് ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, പഠിച്ച ചാപ്റ്ററുകൾ മറന്നു പോകാൻ പാടില്ലല്ലോ. നമ്മൾ മാത്തമാറ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്തെന്ന്, ഇക്വേഷൻസ്. ഓരോ ചാപ്റ്ററിൻ്റെയും ഒരു വിശദീകരിച്ച് പഠിച്ച ഇക്വേഷൻസ് ആക്കിയിട്ട് നമ്മൾ അതിനെ സോർട്ട് ചെയ്തിട്ട് ചെറിയൊരു ബുക്കായിട്ട് ഒരു ഇക്വേഷൻ ബുക്ക് നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ പഠിച്ചു, ഇക്വേഷൻ ബുക്ക് റെഡിയായി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണ്ടേ? ICAയുടെ സ്റ്റഡി മെറ്റീരിയലിലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, ഇലസ്ട്രേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ICAയുടെ തന്നെ സൈറ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. RTPsഉം അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇക്വേഷൻ ബുക്ക് റെഡിയായി, എങ്ങനെ തുടങ്ങണം എന്നായി. ഇനി ഇത് പഠിച്ച സംഭവം നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യണമല്ലോ. ഇത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡി, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പഠന കാര്യത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സംഭവം റിവിഷൻ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇക്വേഷൻസ് ബുക്ക് വെക്കുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി എന്താക്കുക, റിപ്പീറ്റ് ചെയ്യുക. റിവിഷൻ്റെ കൂടെ തന്നെ പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, റീവൈൻഡ് ചെയ്യുക ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചു, ഇക്വേഷൻ ബുക്ക് റെഡിയാക്കി, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു, റിവിഷനും കഴിഞ്ഞു. ഇനി അങ്ങനെ പോയി എക്സാം എഴുതാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം, എക്സാംസ് എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അതിനുവേണ്ടി ICAയുടെ MTP പേപ്പേഴ്സ് എക്സാം പാറ്റേണിൽ തന്നെ മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്ത് എഴുതി നോക്കുക. പൈസേ, ഇപ്പം +1 +2 സ്റ്റുഡൻസിന് CA ഫൗണ്ടേഷൻ ഒരുമിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അതിനൊരു സപ്പോർട്ട് വേണ്ടേ? അതിനുള്ള AAAയുടെ കൊമേഴ്സ് എൻട്രൻസ്. AAAയുടെ കൊമേഴ്സ് എൻട്രൻസ് +1 +2 കുട്ടികൾക്ക് CA, അതുപോലെ തന്നെ മറ്റു പ്രൊഫഷണൽ കോഴ്സുകളായ CA, CMA, CS, ACCA പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അതും പഠിക്കാം. അതിൻ്റെ കൂടെ തന്നെ അവരെ +1 +2ലെ ഒരു ട്യൂഷൻ അസിസ്റ്റൻസും കൂടി നമ്മൾ എന്താക്കുന്നുണ്ട്, കൊമേഴ്സ് എൻട്രൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങല്ലേ? എല്ലാം സെറ്റ് അല്ലേ? ഓൾ ദി ബെസ്റ്റ്.